DCC വൈസ് പ്രസിഡന്റ് അഞ്ചൽ സോമൻ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ബഹിഷ്കരിക്കുമെന്ന് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പറഞ്ഞു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ അട്ടിമറിക്കാൻ ഇടതുമുന്നണിക്ക് അഞ്ചൽ സോമൻ സഹായം ചെയ്തു എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നമ്മുടെ ഉള്ളിലുള്ള ചില വ്യക്തികൾ തന്നെ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനുമെതിരെ കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ചില കുതിരക്കച്ചവടം നടത്തി, വൃത്തികെട്ട രീതിയിൽ കുതിരക്കച്ചവടം നടത്തി UDFന്റെ ഭരണസമിതിയെ പുറത്താക്കി വളരെ ലജ്ജാവഹമായ ഒരു രീതിയിൽ നേതാക്കന്മാരുടെ നേരിട്ട് പറയുന്ന ചില നെറികെട്ട നേതാക്കന്മാർ. നേതാക്കന്മാർ പുനലൂർ നിയോജക മണ്ഡലത്തിൽ എവിടെ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും യൂത്ത് കോൺഗ്രസ് ആ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. ആ നേതാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുനലൂർ നിയോജക മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് ഒരു പ്രവർത്തകരും ഒരു ഭാരവാഹികളും മുന്നോട്ട് പോകില്ല. ഈ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നവരെ യൂത്ത് കോൺഗ്രസ് പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധ പരിപാടികളായിട്ട് മുന്നോട്ട് പോകും. അഞ്ചൽ സോമനെതിരെ പ്രവർത്തകർ പട്ടണത്തിൽ പ്രകടനം നടത്തി. പ്രകടനത്തിനുശേഷം മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന യോഗത്തിലാണ് രാധാകൃഷ്ണൻ ഇക്കാര്യം സൂചിപ്പിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ അട്ടിമറിക്കാൻ അഞ്ചൽ സോമൻ നടത്തിയ നീക്കം ലജ്ജാവഹമാണെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. ഐ ഗ്രൂപ്പ് നേതാവായിരുന്ന കോൺഗ്രസിലെ സക്കീർ ഹുസൈനെയാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇടതുമുന്നണി പുറത്താക്കിയത്. ഐ ഗ്രൂപ്പ് നേതാവായ അഞ്ചൽ സോമൻ സക്കീർ ഹുസൈനെ പുറത്താക്കാൻ സഹായം നൽകിയെന്നാണ് യുവജന വിഭാഗത്തിന്റെ ആക്ഷേപം. ഗ്രാമപഞ്ചായത്ത് സമിതി അധികാരത്തിൽ വന്ന നാൾ മുതൽ ഐ ഗ്രൂപ്പിൽ രണ്ട് തട്ടിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവന്നത്. ഭരണസമിതി രൂപീകരണ സമയത്ത് CPM വിമതനായി മത്സരിച്ച് വിജയിച്ച N അനിൽകുമാറിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കാൻ KPCC സെക്രട്ടറിയായ ചാമക്കാല ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ നീക്കമാണ് ഐ ഗ്രൂപ്പിൽ ചേരിപ്പോരിന് കാരണമായത്. ഭരണസമിതി രൂപീകരണത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഭാരതീപുരം ശശി, അഞ്ചൽ സോമൻ, ചാമക്കാല പ്രഭാകരൻ പിള്ള തുടങ്ങിയവരുടെ നിർദ്ദേശങ്ങൾ വിലക്കെടുക്കാൻ നേതൃത്വം തയ്യാറാകാത്തതിലെ അമർഷം തുടക്കം മുതൽ കോൺഗ്രസിനെ രണ്ടു തട്ടിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണം അട്ടിമറിക്കപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രകടനത്തിനിടെ DCC പ്രസിഡന്റ് അഞ്ചൽ സോമന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദിരാ പ്രിയദർശിനി സാംസ്കാരിക വേദിയുടെ ഓഫീസായ ഇന്ദിരാ ഭവനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചിരുന്നു. പോലീസ് ഏറെ പണിപ്പെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പ്രകടനക്കാർ പ്രകോപിതരായി മുദ്രാവാക്യങ്ങളുമായി നിരത്തിലിറങ്ങിയതിനെ തുടർന്ന് DCC വൈസ് പ്രസിഡന്റും ഐ ഗ്രൂപ്പ് നേതാവുമായ അഞ്ചൽ സോമന്റെ വസതിക്ക് മുന്നിൽ പോലീസ് കാവലേർപ്പെടുത്തിയിരുന്നു. പ്രതിഷേധ പ്രകടനത്തിന് ഇടമുളയ്ക്കൽ അസീം, തടിക്കാട് അനീഷ്, നെട്ടയം സുജി, ഫിറോസ്, ജെറോസ് ലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രദേശത്ത് ഐ ഗ്രൂപ്പിലെ ചേരിപ്പോര് ശക്തമായ സാഹചര്യത്തിൽ അഞ്ചൽ CI NA ബൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.